തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉറപ്പിൽ അംഗനവാടി നിർമ്മാണം അവസാന ഘട്ടത്തിൽ 40 തൊഴിലാളികൾ 240 തൊഴിൽ ദിനങ്ങൾ കൊണ്ട് അംഗനവാടി നിർമ്മിച്ച് കൈമാറും. കുടുംബശ്രീയാണ് തൊഴിലാളികൾക്ക് കെട്ടിട നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. കാണാം റിപ്പോർട്ട്. ഈ കയ്യിലെ തഴമ്പ് കണ്ടു. ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരിക്കലും തോറ്റുപോവുകയില്ല. മീന സജീവിന്റെ ആത്മവിശ്വാസം ചെറുതല്ല. പെൺകരുത്തിന്റെ അടയാളങ്ങളാണ് തൊഴിലുറപ്പ്. കാർഷിക രംഗത്തെ സ്ത്രീ സാന്നിധ്യം വയലിൽ നിന്ന് കരയിലെ എല്ലാ രംഗത്തും ഇപ്പോൾ സജീവം. കഴിഞ്ഞ ഫെബ്രുവരി 3 തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി തുടങ്ങി. 6 മാസം കൊണ്ട് 80% നിർമ്മാണം പൂർത്തീകരിച്ചു. സ്മാർട്ട് അംഗനവാടിക്ക് 15 ലക്ഷം രൂപ വിവിധ ഫണ്ടായി കിട്ടി. പനയം ഗ്രാമപഞ്ചായത്തിൽ ഇതാദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്തിൽ അംഗനവാടി സജ്ജമാവുന്നു. പനയം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ 56-ാം നമ്പർ അംഗനവാടി നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അത് ഇപ്പോൾ കോൺക്രീറ്റ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും തൊഴിലാളികൾ തന്നെയാണ് ചെയ്യുന്നത്. രജിത എന്ന മനുഷ്യസ്നേഹി അംഗനവാടിക്ക് 3 സെന്റ് ഭൂമി ദാനം ചെയ്തു. ഇത് പനയം വാർഡ് നിവാസികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു 56-ാം നമ്പർ അംഗനവാടി എന്നുള്ളത്. അത് അംഗനവാടി ടീച്ചറുടെ ഒരു ഇടപെടൽ മൂലമാണ് ഈ 3 സെന്റ് സ്ഥലം ഒരാൾ ദാനമായി നൽകിയത്. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷനാണ് തൊഴിലാളികൾക്ക് നിർമ്മിതി കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. ഇവർക്ക് നമ്മൾ കുടുംബശ്രീ കൊല്ലം ജില്ലാ കുടുംബശ്രീ മിഷൻ്റെയും പനയം CDSൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിതി വഴി അവർക്ക് പരിശീലനം നൽകിയ സ്ത്രീകളാണ്, തൊഴിലുറപ്പ് മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകളാണ് ഈ ഒരു അംഗൻവാടി പ്രവർത്തനത്തിന് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനും സ്ത്രീ തൊഴിലാളികൾ ആണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പൂർണ്ണ പങ്കാളിത്തം എന്ന് പറയുന്നത്. 580 സ്ക്വയർ ഫീറ്റിൽ 15 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തുകയിലാണ് നമ്മൾ ഈ അംഗനവാടി നിർമ്മിക്കുന്നത്. വിവിധ പദ്ധതികളിൽ നിന്നാണ് നമുക്ക് ഈ 15 ലക്ഷം സ്വരുക്കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളത്. വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കെട്ടിട നിർമ്മാണം. പക്ഷേ അതിനെ അതിജീവിച്ചുവെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു. വെല്ലുവിളിയായിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിന്നാണ്. എല്ലാവരുടെയും കൈയെല്ലാം പൊട്ടി. മഴയുള്ള സമയത്തായിരുന്നു. മഴയത്ത് നിന്ന് എല്ലാവരും പിന്നെ നല്ല രീതിയിലാണ് സഹകരിച്ച് ജോലിക്കാർ ചെയ്തത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 2 ലക്ഷം കുടുംബങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതിൽ ഏറ്റവും പ്രായം കൂടിയ 69 വയസ്സുള്ള നമ്മുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന നിർമ്മല 69 വയസ്സ്, അതേപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ കൂട്ടത്തിലെ ഏതാണ്ട് 35 വയസ്സുള്ള ചിഞ്ചു TTC അധ്യാപികയാണ്. അതുവരെയാണ് ഈ രംഗത്ത് തൊഴിലുറപ്പ് രംഗത്ത് പണിയെടുക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.